ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി, ഹോം അപ്ലയൻസസ്, ലൈറ്റിംഗ് എന്നിവയ്ക്കെല്ലാം അട്രാക്റ്റീവ് EMI ഓഫറിൽ 0% ഇൻട്രസ്റ്റോടുകൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി നിങ്ങളും എന്നെ പോലെ മേൽക്കോയിൽ വിസിറ്റ് ചെയ്യൂ, നിങ്ങളുടെ ഡ്രീം ഹോം റിയാലിറ്റിയാക്കൂ. കൊപ്പം ടൗണിൽ സ്ഥാപിച്ച സിഗ്നൽ സംവിധാനത്തിന് കല്ലുകടിയായി കൊപ്പത്തെ ഇലക്ട്രിക് പോസ്റ്റുകൾ. നഗരവികസനത്തിനു ശേഷം ഏറെ കാലത്തെ കാത്തിരിപ്പിന് ശേഷമാണ് സിഗ്നൽ ലൈറ്റുകൾ കൊപ്പം ടൗണിൽ സ്ഥാപിച്ചത്. നിലവിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കൂടി കഴിയുന്നതോടെ ഇവ പൂർണ്ണമായും പ്രവർത്തന സജ്ജമാകും. എന്നാൽ സിഗ്നൽ പ്രവർത്തിക്കുന്നതോടെ ഫ്രീ ലെഫ്റ്റ് സംവിധാനം ഏർപ്പെടുത്തേണ്ട സ്ഥലത്താണ് നിലവിൽ ഇലക്ട്രിക് പോസ്റ്റ് വിലങ്ങുതടിയായി നിൽക്കുന്നത്. പെരിന്തൽമണ്ണ റോഡിൽ നിന്നും മുളയങ്കാവ് റോഡിലേക്ക് ഫ്രീ ലെഫ്റ്റ് സംവിധാനം ഏർപ്പെടുത്തേണ്ട സ്ഥലത്താണ് വൈദ്യുതി വകുപ്പിന്റെ 2 പോസ്റ്റുകൾ നിൽക്കുന്നത്. ഇതോടൊപ്പം മുളയങ്കാവ് റോഡിൽ നിന്നും പട്ടാമ്പി റോഡിലേക്ക് കയറുന്ന സ്ഥലത്തും പോസ്റ്റാണ് വില്ലൻ. കൊപ്പം സെന്ററിൽ നിൽക്കുന്ന വൈദ്യുതി പോസ്റ്റ് മാറ്റണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. നിലവിൽ 1 വർഷത്തേക്ക് ചരിഞ്ഞാണ് പോസ്റ്റ് നിൽക്കുന്നത്. പോസ്റ്റുകൾ മാറ്റണമെന്ന ആവശ്യം താലൂക്ക് വികസന സമിതി യോഗത്തിലടക്കം ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികൾ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ട്രാഫിക് സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിക്കുന്ന മുറയ്ക്ക് മാറ്റാം എന്നായിരുന്നു അറിയിപ്പ്. നിലവിൽ സിഗ്നൽ ലൈറ്റ് യാഥാർത്ഥ്യമായെങ്കിലും പോസ്റ്റുകൾ നീക്കുന്നത് സംബന്ധിച്ച നടപടികൾ ആയിട്ടില്ല. പോസ്റ്റുകൾ നീക്കം ചെയ്താൽ മാത്രമാണ് സിഗ്നൽ സംവിധാനം കാര്യക്ഷമമായി പ്രവർത്തിക്കാനാവുക. ഫ്രീ ലെഫ്റ്റ് സംവിധാനം കാര്യക്ഷമമായി നടപ്പാക്കാനും പോസ്റ്റുകൾ മാറ്റണം. പോസ്റ്റുകൾ മാറ്റുന്നത് സംബന്ധിച്ച് നടപടികൾ പുരോഗമിക്കുകയാണെന്ന് വൈദ്യുതി വകുപ്പ് വ്യക്തമാക്കി. ഇതുമായി ബന്ധപ്പെട്ട് അനുമതി ഉടൻ ലഭ്യമാകും. ഇത് ലഭിക്കുന്ന മുറയ്ക്ക് പോസ്റ്റുകൾ മാറ്റി നൽകുമെന്നും വൈദ്യുതി വകുപ്പ് അറിയിച്ചു.